പ്രമുഖ നടിക്കെതിരെ തുറന്നടിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് നൃത്താവിഷ്കാരം ഒരുക്കാൻ നടി പണം ആവശ്യപ്പെട്ടതായി മന്ത്രി വെളിപ്പെടുത്തി. കുട്ടികളെ 10 മിനിറ്റ് നൃത്തം പഠിപ്പിക്കാനാണ് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. കലോത്സവത്തിലൂടെ വന്ന് സിനിമയിൽ വളർന്ന ആളിൽ നിന്നാണ് ഈ പെരുമാറ്റമുണ്ടായതെന്നും നടിയുടെ പേര് പരാമർശിക്കാതെ മന്ത്രി വിമർശിച്ചു. ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. 14,000-ഓളം വന്ന കലാകാരന്മാർ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്ത് എന്റെ ജില്ലയിൽ വെച്ചാണ് നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. ഒരു അവതരണ ഗാനം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഒരു അവതരണ ഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചു. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി ഇവർക്ക് തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാവുന്ന കാര്യം. ഇവരെല്ലാം എത്ര മാന്യന്മാരാണ്, എത്ര സാധാരണക്കാരാണ്. പരിപാടിക്ക് വിളിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് തരും, അവരങ്ങോട്ട് വാങ്ങില്ല എന്നുള്ള കാര്യമാണ്. ഞാൻ നമ്മുടെ ഭഗത്തിനെ ഞങ്ങളുടെ കഴിഞ്ഞ ഓണാഘോഷത്തിന് വിളിച്ചു. കക്ഷി പ്ലെയിനിൽ വന്നു, എപ്പോഴും വന്നെന്നോ ഇവിടെ താമസിച്ചെന്നോ ഒന്നും നമുക്കറിയില്ല. പരിപാടിക്ക് കൃത്യസമയത്ത് എത്തിച്ചു വന്നു. ഞാൻ പറയുന്നത് ഈ സിനിമാ ലോകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ ശരിക്കും വേദനിപ്പിച്ച ഒരു സംഭവമാണ്. വിദ്യാഭ്യാസ വകുപ്പിന് 5 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്ത കൊണ്ടല്ല, ഞാൻ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു. വേറെ എത്രയോ ഡാൻസ് ടീച്ചർമാരുണ്ട് കുട്ടികളെ ഇത് പഠിപ്പിക്കുവാൻ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത 1ാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരുകെട്ട് സിനിമയിലൊക്കെ തന്നെ പോയി. എന്നശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ്. കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളോടാണ് അഹങ്കാരം കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളുണ്ടെങ്കിൽ പേര് പറയാതെ പത്രങ്ങൾ കൊടുക്കുന്ന എനിക്ക് തെറ്റൊന്നുമില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത്. അതായത് ഒരു പ്രമുഖ നടി 5 ലക്ഷം രൂപയാണ് അവതരണ ഗാനം അവതരിപ്പിക്കാൻ, അതൊന്ന് പഠിപ്പിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ അവതരണ ഗാനം പഠിപ്പിക്കാനായി 10 മിനിറ്റ് മാത്രം സമയമുള്ള ഒരു നൃത്താവിഷ്കാരം പഠിപ്പിക്കാനായി 5 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അരുതായ്മ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അരുണ് പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം ഒരുപാട് ആളുകളുണ്ട് ഈ കലോത്സവ രംഗത്ത് കൂടി, സ്കൂൾ കലോത്സവത്തിലൂടെ സിനിമാ രംഗത്ത് വരികയും പ്രശസ്തരാവുകയും വലിയ നടിമാരാവുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ ആരെങ്കിലുമാണ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മാന്യതയാണ് ആ പേരെടുത്ത് പറയാതിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അഹങ്കാരമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ മന്ത്രിക്ക് ഇത് പറയേണ്ടി വന്നത്? സംസ്ഥാന സ്കൂൾ കലോത്സവം ഉടൻ നടക്കാൻ പോവുകയാണ്. അതിന്റെ ഒരുക്കങ്ങൾ സ്വാഗത സംഘരൂപീകരണം അടക്കം സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ വെഞ്ഞാറമൂട് ഒരു നാടക സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് മന്ത്രി ശിവൻകുട്ടി ഈ കാര്യം ഓർമ്മിപ്പിച്ചത്. കലോത്സവത്തിലൂടെ മികച്ച കലാകാരിയാവുകയും അതുവഴി സിനിമയിലെത്തി വലിയ നിലയിലാവുകയും ചെയ്ത ഒന്ന് തുടരുക. നടൻ സുധീർ കരമന ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുധീർ കരമന, വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. കാരണം സിനിമാ രംഗത്ത് വന്നതിന് ശേഷം അഹങ്കാരികളാകുന്ന നടിമാരുടെ കാര്യം. കാരണം 10 മിനിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു നൃത്തം പഠിപ്പിക്കാൻ 10 മിനിറ്റ് സമയത്ത് നൃത്തം പഠിപ്പിക്കാൻ ചിലപ്പോൾ 1-2 ദിവസം വേണ്ടി വന്നേക്കാം, അത് സംശയമില്ലാത്തതാണ്. പക്ഷെ അതിനൊരു 5 ലക്ഷം രൂപയ്ക്ക് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടമാണ്. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുമ്പോഴാണ് വേദിയിൽ ഞാനവിടെ ഉള്ളത് കൊണ്ടാണ് ആ കാര്യം അറിയാൻ തന്നെ പറ്റിയത്. അത് വളരെയധികം എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യമാണ്. അത്തരത്തിൽ പ്രതിഫലം കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന്റെ, അതും സംസ്ഥാന യുവജനോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി പ്രതിഫലം ചോദിച്ചു എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, കേൾക്കുമ്പോഴത്തേനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശരിയായില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇത്തരം പ്രവണതകൾ കലാരംഗത്ത് നിന്നും യുവജനോത്സവ വേദികളിൽ നിന്നുമാണ് ഇപ്പോ കാണാൻ കഴിയുന്ന ഒരുപാട് പേര് അഭിനയ രംഗത്തേക്കോ അല്ലെങ്കിൽ സിനിമാ രംഗത്തേക്കോ നാടക രംഗത്തേക്കോ ഒക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. അത് അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു വേദി എന്ന് പറയുന്നത് വളരെയധികം ഉന്മേഷം നൽകുന്ന വേദികളാണ്.
അല്ലാതെ അപ്പോഴും പ്രതിഫലമല്ല, അവിടെ ആരും ഇച്ഛിക്കാറുമില്ല. അല്ല, അതാണല്ലോ പ്രശ്നം. കാരണം അങ്ങനെ കുട്ടികൾക്ക് ഊർജ്ജമാകേണ്ട, കലാരംഗത്ത് മികച്ച കുട്ടികളെ അത്തരത്തിൽ കൈപിടിച്ചുയർത്തേണ്ട ആളുകൾ, ഈ രംഗത്ത് നിന്ന് ഉയർന്നു വന്ന ആളുകൾ ഇത്തരമൊരു ആർത്തി കാണിക്കുമ്പോഴാണ് പൊതുസമൂഹം അത് ചർച്ച ചെയ്യുകയും അവരെ വിമർശിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. ശ്രീ സുധീർ കരമന, ഇത്തരം പ്രവണതകൾ വല്ലാതെ വർദ്ധിക്കുന്നുണ്ടല്ലോ നമ്മുടെ കലാരംഗത്ത്. ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. എനിക്ക് ഈ വ്യക്തി ആരാണോ പ്രതിഫലം ചോദിച്ചതെന്നോ അമ്മയിലെ അംഗമാണോ എന്ന് പോലും എനിക്കറിയില്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ്. എനിക്കറിയില്ല ആരായാലും ശരി തന്നെ അത്തരത്തിൽ പ്രതിഫലം ചോദിച്ചത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഇപ്പോഴത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ ഞാനും കമ്മിറ്റിയിലെ ഒരു അംഗമാണ്. ഇപ്പോഴും നമ്മൾ സിനിമയിലും നാടകത്തിലും അല്ലെങ്കിൽ സജീവമായി നിൽക്കുന്നവരെല്ലാവരും മിക്കവാറും യുവജനോത്സവ വേദികളിൽ എപ്പോഴും എത്താറുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം തന്നെയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാവിധ പരിപാടികളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും, അതായത് കുട്ടികളുടെ പരിപാടികൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇത്തരത്തിലൊരു വിവാദം വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ്. ശരി. നടൻ സുധീർ കരമനയാണ്, അദ്ദേഹവും കൂടി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി വേദിയിൽ ഇക്കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അതിനെ എതിർക്കുകയാണ്. എന്തായിരുന്നു അരുണ്, ആ വേദിയുടെ ഒരു പ്രാധാന്യം എന്തായിരുന്നു? കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങിന്റെ വേദി തന്നെ ആയിരുന്നു അത്. മന്ത്രി എന്താണ് പറഞ്ഞു വെച്ചത്? നാടകോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് മന്ത്രി അത് പറഞ്ഞത്. ഈ നടിമാർ ഇത്തരത്തിൽ വലിയ അഹങ്കാരം കാണിക്കുന്നു. നേരത്തെ ഒരു കലോത്സവത്തിന്റെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനങ്ങളോ മറ്റോ മന്ത്രി ഇത്തരം ഒരു നടി ഇരുത്തിക്കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരോക്ഷമായി സൂചിപ്പിച്ചു പോയതുമാണ്. നമുക്കറിയാം, സിനിമാ രംഗത്തേക്ക് വരുന്ന നിരവധി കലാപ്രതിഭകൾ, നിരവധി പേർ അത്തരത്തിൽ കലാരംഗത്ത് നിന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികളിൽ സമ്മാനം കിട്ടിയതും കിട്ടാതെ പൊട്ടിക്കരഞ്ഞുമൊക്കെ മാധ്യമങ്ങളുടെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നിരവധി നടിമാരുണ്ട്, നിരവധി നിരവധി കലാപ്രതിഭകളുണ്ട്. അത് പിന്നീട് താരങ്ങളായി മാറിയവരുണ്ട്. അവരിൽ ഒരാൾ തന്നെയാണ് മന്ത്രി പറഞ്ഞ നടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും മന്ത്രി പേര് പറയാത്ത സ്ഥിതിക്ക് പേരിപ്പോൾ നമുക്കും അങ്ങനെ കൃത്യമായി പറയാൻ കഴിയില്ല. എങ്കിൽ പോലും വളരെ പ്രശസ്തിയായ കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്ന ഒരു നടി തന്നെയാണ്. സിനിമാ രംഗത്തും വളരെ പ്രഗത്ഭമായി നായികാവേഷങ്ങളൊക്കെ ചെയ്ത, കുറച്ചുനാൾ മുമ്പ് വരെ നായികവേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നടി തന്നെയാണ്. ഇത്തരത്തിൽ വലിയ തുക സർക്കാരിനോട് ഈ കുട്ടികൾക്ക് നൃത്ത പരിശീലനത്തിന് വേണ്ടി ചോദിച്ചതെന്ന് വ്യക്തമാണ്. തീർച്ചയായും അത് തന്നെയാണ് സാഹചര്യം. ഏതായാലും മന്ത്രി പേരെടുത്ത് പറയാൻ തയ്യാറായില്ല. മന്ത്രിയുടെ ആ വാക്കുകളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകണം. ഈ മാസം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. 14,000-ഓളം വന്ന കലാകാരന്മാർ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്ത്, എൻ്റെ ജില്ലയിൽ വെച്ചാണ് നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. ഒരു അവതരണ ഗാനം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഒരു അവതരണ ഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച്, ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചു. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി അവർക്ക് തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാവുന്ന കാര്യം. ഇവരെല്ലാം എത്ര മാന്യന്മാരാണ്, എത്ര സാധാരണക്കാരാണ്. പരിപാടിക്ക് വിളിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് വരും, അവരങ്ങോട്ട് വാങ്ങില്ല എന്നുള്ള കാര്യമാണ്. ഞാൻ നമ്മുടെ ഭഗത്തിനെ ഞങ്ങളുടെ കഴിഞ്ഞ ഓണാഘോഷത്തിന് വിളിച്ചു. കക്ഷി പ്ലെയിനിൽ വന്നു, എപ്പോഴും വന്നെന്നോ ഇവിടെ താമസിച്ചെന്നോ ഒന്നും നമുക്കറിയില്ല. പരിപാടിക്ക് കൃത്യസമയത്ത് എത്തിച്ചേർന്നു. ഞാൻ പറയുന്നത് ഈ സിനിമാ ലോകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ ശരിക്കും വേദനിപ്പിച്ച ഒരു സംഭവമാണ്. വിദ്യാഭ്യാസ വകുപ്പിന് 5 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്ത കൊണ്ടല്ല, ഞാൻ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു. വേറെ എത്രയോ ഡാൻസ് ടീച്ചർമാരുണ്ട് കുട്ടികളെ ഇത് പഠിപ്പിക്കുവാൻ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത 1ാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരുകെട്ട് സിനിമയിലൊക്കെ തന്നെ പോയത്. എന്നശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ്. കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളോടാണ് അഹങ്കാരം കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട്, മാധ്യമങ്ങളുണ്ടെങ്കിൽ പേര് പറയാതെ പത്രങ്ങൾ കൊടുക്കുന്ന എനിക്ക് തെറ്റൊന്നുമില്ല.